ആ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഒരു നിമിഷം ആ തുടരണം. സെർച്ച് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്നിപ്പോൾ ഈ KTUC വിസി നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു സുപ്രധാന വിധി ഉണ്ടായിട്ടുണ്ടല്ലോ. വിധി എന്ന അതിനെ അന്തിമവിധിയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതിയുടെ ഒരു നിരീക്ഷണം, അതിനെ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? ഇന്നത്തെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ KTUവിലെ താൽക്കാലിക VC ശ്രീമതി ഡോക്ടർ സിസ തോമസിനെ ആ സ്ഥാനത്ത് തുടരാം. ഗവൺമെന്റ് അവരുടെ നിയമനത്തെ അസാധുവാക്കണം എന്ന ആവശ്യം, സർക്കാരിന്റെ ആവശ്യം കോടതി തള്ളി. രണ്ടാമത്തേത് VC നിയമന നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ സർക്കാരിന് പാനൽ കൊടുക്കാനുള്ള അവകാശമുണ്ട്. അത് താൽക്കാലിക VCയെ സംബന്ധിച്ച് മാത്രമാണെന്ന് കോടതി പ്രതിപാദിച്ചിട്ടുള്ളത്. താൽക്കാലിക VCയെ സംബന്ധിച്ച് വൈസ് ചാൻസലർ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ താൽക്കാലിക VC തീരുമാനിക്കുന്നതിന് ഗവൺമെന്റ് കൊടുക്കുന്ന പാനലിൽ നിന്ന് വേണം ഗവർണർ തീരുമാനിക്കാൻ, കൺസിഡർ ചെയ്യണം. ഗവൺമെന്റ് കൊടുക്കുന്ന പാനൽ കൺസിഡർ ചെയ്യണം എന്ന് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് അപ്ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. സർക്കാർ കൊടുക്കുന്ന ആ പാനലിൽ നിന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അങ്ങനെയാണോ? അത് നിലവിലുള്ള നിയമമാണെന്നേ. ഈ കേസിനകത്തും അങ്ങനെ തന്നെ തീരുമാനിച്ചിരുന്നു. സർക്കാരിനോട് പാനൽ ചോദിച്ചിരുന്നു. സർക്കാർ പല പേരുകളും കൊടുത്തിരുന്നു. ആ പേരുകളൊന്നും സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ്, പിന്നീട് സർക്കാർ പേര് കൊടുക്കാത്തത് കൊണ്ടാണ് താൽക്കാലിക VCയായി സിസ തോമസിനെ സീനിയർ മോസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ജോയിന്റ് ഡയറക്ടർ എന്ന നിലയിൽ ചാൻസലർ നിയമിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വൈസ് ചാൻസലർ എന്ന നിലയിൽ സിസ തോമസിന് അവരുടെ പീരീഡ് 6 മാസം തുടരുന്നതിന്റെ തടസ്സവുമില്ല. ഇതിനിടയ്ക്ക് ഗവൺമെന്റിന് പാനൽ കൊടുക്കാവുന്നതാണ്. ഗവൺമെന്റിന്റെ ആ അവകാശത്തെ കോടതി അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സിസ തോമസിന് ആ സ്ഥാനത്ത് തുടരുകയും ചെയ്യാം. എന്നാൽ പുതിയ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റിയുമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകാൻ നേരത്തെ സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്ന ഭാഗം ഡിവിഷൻ ബെഞ്ച് അസാധുവാക്കി. കാരണം അന്ന് ആ കേസിൽ അങ്ങനെ ഒരു ആവശ്യം ഹർജിക്കാർ ഉന്നയിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഹാജരാക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ വരാൻ പോകുന്ന പ്രശ്നം, ഇവിടെ KTUവിന്റെ വൈസ് ചാൻസലർ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് എന്ത് വിധി വന്നാലും ഒന്നുകിൽ നിയമനിർമ്മാണം, അല്ലെങ്കിൽ KTU വൈസ് ചാൻസലറെ അസാധുവാക്കിയ സുപ്രീം കോടതിയുടെ വിധി, ആ വിധി നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ പുതിയ സെർച്ച് കമ്മിറ്റിയുമായി മുന്നോട്ട് പോവുക സാധ്യമാണ്. അതിന്റെ ഭാഗമായി ഞാൻ മനസ്സിലാക്കുന്നത് രാജ്ഭവൻ തന്നെ, ഗവർണർ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. KTUവിന്റെ വൈസ് ചാൻസലറെ അസാധുവാക്കിയ സ്ഥിതിക്ക് പുതിയ സെർച്ച് കമ്മിറ്റി എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച്. കാരണം ഇവിടെ ആക്ടിൽ പറയുന്നത്, സംസ്ഥാന ലെജിസ്ലേഷൻ പാസ്സാക്കിയിട്ടുള്ള ആക്ടിൽ പറയുന്നത് സർവകലാശാലയുടെ പ്രതിനിധി, ചീഫ് സെക്രട്ടറി, അതുപോലെ തന്നെ AICTയുടെ പ്രതിനിധി. AICTയുടെ പ്രതിനിധി തുടരുന്നതിന് അർത്ഥം ബുദ്ധിമുട്ടില്ല. പക്ഷെ UGC റെഗുലേഷൻ അനുസരിച്ച് ഒരു കാരണവശാലും ചീഫ് സെക്രട്ടറിക്ക് ഇതിൽ അംഗമാകാൻ കഴിയില്ല. രണ്ടാമത്തേത്, UGCയുടെ പ്രതിനിധി ഈ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകണമെന്ന് കമ്പൽസറി ആയിട്ട് UGC റെഗുലേഷൻ പറയുന്നുണ്ട്. അപ്പോൾ UGC റെഗുലേഷന് വിരുദ്ധമാണ് സംസ്ഥാനത്തെ ആക്ടിലുള്ള വ്യവസ്ഥകൾ. സംസ്ഥാനത്തെ ആക്ടിലുള്ള വ്യവസ്ഥകൾ കൃത്യമായി UGC റെഗുലേഷൻ പാലിക്കുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരണം. ആ വ്യക്തത തേടിക്കൊണ്ടാണ് ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയാണ് ഈ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീയെ പുറത്താക്കിയത്. അതുകൊണ്ട് തന്നെ ആ സെർച്ച് കമ്മിറ്റി സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ തന്നെ കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർ സമീപിച്ചിരിക്കുന്നത്. അത് കിട്ടിയാൽ മാത്രമേ ഇനി തുടർന്ന് വൈസ് ചാൻസലർ നിയമനവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. നമ്മൾ ഈ ഇന്നത്തെ വിധിയെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. ഇന്നത്തെ വിധിയെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. ഗവർണർ തീരുമാനിച്ച താൽക്കാലിക VCക്ക് തുടരാം. എന്നാൽ ഗവൺമെന്റിന് ഇങ്ങനെ പാനൽ കൊടുക്കാനുള്ള അവകാശത്തെ ഞങ്ങൾ നിഷേധിക്കുന്നുമില്ല. ആ പാനൽ കൊടുത്തിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്നിലധികം തവണ ചോദിച്ചപ്പോൾ ഒന്നിലധികം പേരുകൾ കൊടുത്തിരുന്നു. ആ പേര് കൊടുത്തതൊക്കെ ഈ പറയുന്ന പോലെ റോയ് ഡബിനിഷ്യോ എന്ന പരിധിയിൽ വരുന്ന അടുത്തുള്ള വൈസ് ചാൻസലർമാരുടെ പേരുകളാണ് കൊടുത്തിരുന്നത്. അവരെ പരിഗണിക്കാൻ കഴിയില്ല. പ്രോ വൈസ് ചാൻസലർ പരിഗണിക്കാമെന്ന് കരുതിയാൽ UGC റെഗുലേഷൻ അനുസരിച്ച് വൈസ് ചാൻസലറോടൊപ്പം ക്വാർട്ടർ മിനിറ്റ്സ് ആണ് പ്രോ വൈസ് ചാൻസലർ. അതുകൊണ്ട് തന്നെ പ്രോ വൈസ് ചാൻസലറെയും പരിഗണിക്കാൻ കഴിയില്ല. പിന്നെ കഴിയുന്നത് KTUവിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. ആ നിലയിലാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റും പെർമനന്റ് VC തീരുമാനിക്കുന്നതിനുള്ള UGC റെഗുലേഷനും കേരള ലെജിസ്ലേഷന്റെ ആക്ടും കൂട്ടിക്കുഴയ്ക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് വേറെ കേസ്, ഇന്ന് വന്നിട്ടുള്ള കേസ് വേറെ. ഇതാണ് ഞാൻ കോടതിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സർക്കാരിനൊരു, അല്ലെങ്കിൽ സർക്കാരിന് ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. സർക്കാരിന് എന്താ ആശ്വാസം? സർക്കാർ പറഞ്ഞത് സിസ തോമസിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, നിയമവിരുദ്ധമായിട്ടാണ്, നിയമപരമായിട്ടല്ല അവരെ നിയമിച്ചത് എന്നാണ്. എന്നാൽ അവർക്ക് തുടരാമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് ഏറ്റ തിരിച്ചടിയല്ലേ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് സർക്കാരിന്റെ അവകാശങ്ങളെ കോടതി തള്ളുന്നില്ല.
ആ സർക്കാരിന്റെ അവകാശങ്ങളെ സർക്കാരിന്റെ ഇത്തരത്തിൽ പാനൽ കൊടുക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ അത് പരിഗണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ആ പാനലിൽ നിന്ന് തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ള നിയമവും അവിടെ ഉണ്ട്. അപ്പോ സിസ തോമസിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് സർക്കാർ കോടതിയെ സമീപിച്ചെങ്കിൽ പുറത്താക്കേണ്ടതില്ല എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു. അവർക്ക് താൽക്കാലിക വി സി ആയി തുടരാം. പുതിയ വി സിയെ തീരുമാനിക്കുന്നതിന് അത് എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചത് സുപ്രീം കോടതിയിൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതാണ് ഇതിന് ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ പിന്നെ സംസ്ഥാനത്ത് നിയമനിർമ്മാണം നടത്തേണ്ടി വരും. തീർച്ചയായും ശ്രീ എ ജി ജോർജ്, ഇത്തരത്തിലൊരു നിയമനിർമ്മാണത്തിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുക?